പടം വളരെ ഹെവിയാണ്. എ ബിഗ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് പടം. അസാധ്യ പടമാണ് പടം. ഒരു സാധാരണ ഒരു ഹേസ്റ്റ് പടം എന്ന് നോക്കി വരുന്നവർക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. പടം ഒരു ബിഗ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, അതിൽ കൂടുതലൊന്നും പറയാനില്ല. വെൽക്കം ബാക്ക് ടു ട്രിവാൻഡ്രം ഫൈൻസ്. റൊഷാക്കിന് ശേഷം നിസാം ബഷീർ പൃഥ്വിരാജിനോടൊപ്പം ഒന്നിക്കുന്ന ഐ നോബഡി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് നിസാം ബഷീറിൻ്റെ 3 സിനിമ ഇറങ്ങിയിട്ടുണ്ട്. 3 സിനിമയും 3 ജോണറാണ്. ഇതൊരു ഫാമിലി, ഡ്രാമ, ത്രില്ലിംഗ്, ആക്ഷൻ എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പടമാണ്. പടം കുറച്ച് ലെങ്ത് കൂടുതലാണ്, പക്ഷേ സ്റ്റോറി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ അത്ര ലെങ്ത് വെച്ചിരിക്കുന്നത്. പൃഥ്വിരാജ് വളരെ നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പാർവതി എല്ലാം സൂപ്പറാണ്. ഓക്കെ ഫീലേ ഉള്ളൂ, ഭയങ്കരമായ ഒന്നുമില്ല. ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉള്ളത് തന്നെയാണ്. എന്നിരുന്നാലും നമുക്കൊരു ഫീൽ വരണം, ഒരു ഇമ്പാക്റ്റ് തോന്നിക്കണ്ടേ, അതൊന്നുമില്ല. അതാണ് മെയിൻ പറയുന്നത്. പക്ഷേ ക്ലൈമാക്സ് കുഴപ്പമില്ലായിരുന്നു, കണ്ടിരിക്കാം. ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ലതായിട്ടുണ്ട്, ബീജ് നന്നായിട്ടുണ്ട്. ആക്ച്വലി ഫസ്റ്റ് ഹാഫ് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയായിരുന്നു. സെക്കൻഡ് ഹാഫ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, കണ്ടിരിക്കാം. സിനിമ ഫുള്ളായിട്ട് വളരെ നല്ല മൂവി എന്ന് പറയാം. എൻജോയ് ചെയ്യാം. പിന്നെ അഭിനേതാക്കളായാലും പൃഥ്വിരാജായാലും കൂടെ അഭിനയിക്കുന്ന എല്ലാവരും നന്നായിട്ടുണ്ട്. പിന്നെ ജെക്സ് വിജയൻ്റെ മ്യൂസിക് സൂപ്പറായിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫിയാലും ഡയറക്ഷനും എല്ലാം ഒരു ഭയങ്കര സസ്പെൻസ് ഒന്നും നിറച്ച സംഭവം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ലെങ്ത് വേണമെങ്കിൽ സിനിമയുടെ കുറച്ച് കുറയ്ക്കായിരുന്നു. 2.25 മണിക്കൂറുണ്ട്, അതൊരു 2.25 മണിക്കൂറിലൊക്കെ നിർത്താമായിരുന്നു. പക്ഷേ ഓവറോൾ വളരെ നല്ലൊരു ഫസ്റ്റ് ഹാഫ് എക്സ്ട്രീം ലെവലായിരുന്നു. കാരണം സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ നമുക്ക് എവിടെയൊക്കെയോ കുറേ മിസ്സിങ് സംഭവിക്കുന്നുണ്ട്. ആ ഫസ്റ്റ് ഹാഫിൽ ഒരു ത്രില്ലർ എലമെൻറ്റ് എൻറ്റയർ ഏരിയ കൊണ്ടുവന്നിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ ആക്ഷൻ കാര്യങ്ങൾ ഇപ്പോൾ ഓവർ ആക്ഷൻ ആയോ എന്നൊരു ഡൗട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അനാവശ്യമായ അടികളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ പറയുക, നോബഡി എന്ന് പറയുന്ന എവരിബഡി നമ്മൾ വാച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഒരു എലമെൻറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴേക്കും നമുക്ക് അത്രത്തോളം അത് എഫക്റ്റീവായിട്ട് വന്നിട്ടില്ല. എന്നാലും നമുക്ക് ഒരു ആവറേജ് ലെവൽ. അതെ, പൃഥ്വിരാജിനെ നല്ലതായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഒരു സാധാരണ ആളാണ്, പക്ഷേ നല്ല ഫൈറ്റൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ അത് നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല മേക്കിംഗ് ആണ് ആക്ച്വലി. നല്ല ആക്ഷൻസ് കട്ട്സ് എല്ലാം കണ്ടിട്ടുണ്ട്. നല്ല പടം, നല്ല പടമായിരുന്നു. അങ്ങനെയല്ല, ഇത് വേറെ ലെവൽ പടമായിരുന്നു. ഒരു കോമൺ മാൻ വിചാരിച്ചാൽ എന്തൊക്കെ പറ്റും, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിഷമമുള്ളത് ഞാൻ ചെറിയൊരു മുഖം കാണിച്ചിട്ടുണ്ട്, പക്ഷെ കട്ടായിപ്പോയി. അത് മാത്രം വിഷമമുള്ളൂ. പടം സൂപ്പറായിട്ടുണ്ട്. ഈ വർഷം ഇറങ്ങിയൊരു വൺ ഓഫ് ദി ബെസ്റ്റ് പടം തന്നെയാണ്. ഒരു ഡയറക്ഷൻ, എഴുത്ത്, ഇതിൻ്റെ എല്ലാം ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയാണ് പടം എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൃഥ്വിരാജ് സൂപ്പറായിട്ടുണ്ട്. പാർവതി, ആക്ടേഴ്സ് എല്ലാം സൂപ്പറാണ്. പക്ഷേ അതിനെക്കാട്ടിലും പറയാനുള്ളതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ്, എഴുത്ത്, ടെക്നിക്കൽ ടീം എല്ലാം പക്കാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ദിസ് ഇയർ. ആക്ടിങ്ങിനൊന്നും ആർക്കും ഒരു ഇതില്ല. കാരണം ഡേ ബൈ ഡേ ഓരോരുത്തർ മലയാള സിനിമയിൽ ഒരു ഇനീഷ്യൽ ക്യാരക്ടർ ഉള്ളവർ തന്നെയാണ്. ഇപ്പം പാർവതി ആയിരുന്നാൽ പോലും കുറച്ച് ഇടവേളകൾക്ക് ശേഷം നല്ലൊരു റോൾ, ഒരു അമ്മയുടെ റോൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജ് ഓവറും ഡേ ബൈ ഡേ കയറുന്നതോറും പുള്ളിയുടെ ആക്ടിങ്ങിനകത്ത് ഒരു കുറവുമില്ല. ആക്ഷനായിരുന്നാലും അത് അക്സെപ്റ്റബിളാണ്, അംഗീകരിക്കേണ്ടതാണ്, നോ ഡൗട്ട്. ബട്ട് നമുക്ക് ഒരിക്കലും എടുത്തു പറയാൻ പറ്റാത്തൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറേ സീൻസിൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കാരണം ഒരു തമിഴ് സിനിമയെ പോലെ തൊട്ടതിന് പിടിക്കുന്നതിനൊക്കെ അടിപിടിയൊക്കെ നമുക്ക് മലയാളികൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യത്തില്ല, ദഹിക്കത്തില്ല. അത് മാത്രമേ ഇതിനകത്തൊരു മൈനസായിട്ട് വരുന്നുള്ളൂ. ക്ലൈമാക്സിലൊക്കെ എവിടെയൊക്കെയോ കൊണ്ട് കുറച്ച് ചെറിയൊരു രീതിയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എക്സ്ട്രീമാണ്. സെക്കൻഡ് ഹാഫ് നമ്മൾ പ്രതീക്ഷ അത്ര വന്നിട്ടില്ല. ബട്ട് കുഴപ്പമില്ല, നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ആവറേജ് മൂവി ആയിട്ടാണ്. പടം തിയേറ്ററിൽ തന്നെ കാണേണ്ട എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഫൈറ്റ് ബസ്സിലൊരു ഫൈറ്റുണ്ട്, ഒരു സ്കൂൾ ബസ്സിലൊരു ഫൈറ്റുണ്ട്. അത് നന്നായിട്ട് എക്സിക്യൂട്ട് ഉണ്ട്. ആ ഫൈറ്റ് മാത്രമല്ല, എല്ലാ ഫൈറ്റും നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഫാമിലിക്കും യൂത്തിനും എല്ലാ ഓഡിയൻസിനും ഒരേപോലെ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന സിനിമയായിട്ടാണ് ഈ തോന്നുന്നത്.